ഹലോ, ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് റമദാൻ എഡിഷൻ. എന്താണ്, നിങ്ങളൊക്കെ റെഡിയല്ലേ? എൻ്റെ വളരെ തലതിരിഞ്ഞൊരു ദിവസമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് രാവിലെ നീച്ച് അത്താഴം കഴിച്ചു, നിസ്കരിച്ച് ഖുർആൻ പിന്നെ കിടന്ന് ഉറങ്ങി. ഉറക്കണല്ലോ മെയിൻ. പിന്നെ ഇറങ്ങി നീച്ചൊരു 10:10 എണീച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് വന്ന് എന്തൊക്കെ മേടിച്ചെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇനിയും കാണിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചിട്ടില്ല. അപ്പം ഇനി കാണാത്തൊരു പോയി ഷോർട്സ് കാണാം. പിന്നെ വന്ന് ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങി. അതാണല്ലോ മെയിൻ. കാരണം ഉറക്കാതെ ഞാനും തമ്മിലങ്ങനെ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടായിരുന്നു. നോമ്പ് നോറ്റിട്ടല്ലേ സാധനം വാങ്ങാൻ പോയിക്കണേ. അപ്പോൾ കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായി, നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, എന്നാൽ പിന്നെ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ചുട്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ. എടാ അടുക്കളയിൽ പോയപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണം. നിങ്ങൾക്ക് ആ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് പൊരിച്ചാൽ മതി. അതായത് മറ്റേ മസാല, പിന്നെ മുട്ട അടിച്ച്, പിന്നെ കാകണ്ടായിരുന്നു. പിന്നെ ഒരു കണ്ടില്ല മൈദ പശ, അതും ഉണ്ടാക്കേണ്ടത്. അതിനുണ്ടാക്കാനുള്ള പത്തിരി അടക്കം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് അതിൽ മുക്കുക, ഉണ്ടാക്കുക, റോളാക്കുക, അങ്ങനെയുള്ള കൊച്ചു പണികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാം തന്നെ വളരെ ഉപകാരമായി എന്നുള്ള നിലക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. കാരണം ഒരു സങ്കടമുണ്ട്, അതായത് അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. എന്നാലും പിന്നെ ഇത്രയും നോമ്പ് നോറ്റ് നമ്മൾ ചെയ്യണ്ടല്ലോ, ഇത്രയും ചെയ്ത് തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അതുണ്ടായിരുന്നു കേട്ടോ, വേറെ കാര്യം. പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. വീഡിയോ ഓണാക്കി തന്നെ ഒരു പ്രത്യേകതരം വിശ്വാസമൊക്കെ, അത് റെഡിയായോ ഇത് റെഡിയായോ. ഇപ്പം ഞാൻ അങ്ങനെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഞാനൊരു ട്രാൻസാക്ഷൻ വീഡിയോ പോലെ എടുക്കാൻ നോക്കിയതാണ്. നല്ല രീതിക്ക് കൊള്ളാമെന്ന് മനസ്സിലായി. എന്തായാലും എടുത്തല്ല വെച്ചിട്ട് അപ്ലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പരിപാടി പൊരിക്കലായിരുന്നു. എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡ് ഗ്യാസ് പൊരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് അടുപ്പത്താണ് പൊരിക്കുന്നത്. അതിനിപ്പോൾ എന്തായാലും കുഴപ്പം ഇല്ലേ? ഒരു കുഴപ്പമില്ല, പൊരിഞ്ഞിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ എവിടെ നിന്നിപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തത് എവിടെ എത്തിക്കണമെന്ന് മനസ്സിലായി. സോ നമുക്ക് ഇനി ബാക്കി ഇങ്ങോട്ട് തുടരാം. ഇങ്ങനെ കരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജ്യൂസാണ് എടുക്കാനുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ കണ്ടോ, നല്ലപോലെ കരിഞ്ഞിക്കണം, ഒന്ന് കരിഞ്ഞതായി കണ്ടോ, അതാണ് നമ്മൾ പറഞ്ഞത്. കരിക്കലും രണ്ടുമുണ്ട്. പിന്നെ അടുത്ത നമ്മൾ വിഷയത്തിലോട്ട് വരാം, ജ്യൂസ് അടിക്കൽ. ജ്യൂസ് നമുക്കിന്ന് ഡേറ്റ്സ് എന്നിട്ടോ. ഞാൻ ഭയങ്കര വലിയതായിട്ട് ഡേറ്റ്സ് ജ്യൂസൊക്കെ അടിക്കാൻ വെച്ചിട്ട് വെള്ളത്തിലിട്ട് നോമ്പറന്ന് കുടിച്ചൊക്കെയപ്പോൾ ഒരു ഓക്കെ ആയിട്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല മധുരമാണല്ലോ ഈ ഡേറ്റ്സ്. എടുക്കുക അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ലായിരുന്നു ജ്യൂസ്. എന്നാലും കുടിച്ചിട്ട് വേറെ കാര്യം. തീറ്റ ഈസ് മെയിൻ. ഒന്ന് കുറേ മെയിൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വെള്ളം എന്താ അറിയുമോ, നമ്മളിങ്ങനെ പൗലാടൂല, എന്താ പറയുക, സോക്ക് ചെയ്യട്ടെ ആ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ജ്യൂസ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിരുന്നു. ഫ്രൂട്ട്സും കട്ട് ചെയ്ത് പിന്നെ മെയിൻ പരിപാടി പറഞ്ഞാൽ നല്ല രീതിക്ക് കിച്ചൺ അലമ്പായിട്ടുണ്ടാവുമല്ലോ, ഓരോന്ന് അതുപടി ആയിട്ട്. അപ്പം ഞാൻ അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിസ്കാരം എപ്പോഴാണ് നിസ്കരിച്ചത്, ഇതൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാത്തിരിക്കലായിരുന്നു ബാങ്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നോമ്പറക്കുമ്പോൾ തന്നെ നമ്മൾ കടികളെല്ലാം കഴിക്കും. പിന്നെ നിസ്കാരം ഒത്തക്കല്ല, അത് കഴിഞ്ഞിട്ട് തറാവിയാണല്ലോ മെയിൻ റമദാനിൽ. തറാവിക്ക് ഞാൻ എന്നും നിൽക്കില്ല, ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് മുങ്ങും. അപ്പോൾ നെയ്ബേഴ്സൊക്കെ വരലുണ്ട് കേട്ടോ തറാവിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.